ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെലർ. ബോക്സുവിനെ കമ്പനി വിൽക്കാൻ പോകുവാണോ എന്ന് ഷെൻഷൻ ഡയറക്ടർ നാനിനോട് ചോദിക്കുന്നു. ഡയറക്ടർ നാൻ, ഇതെല്ലാം മുകളിൽ നിന്നുള്ള തീരുമാനമാണ്, ഇതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എന്നാണ് റിപ്ലൈ കൊടുക്കുന്നത്. അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സീറുവിനെ പറ്റിയാണ് ഓർക്കുന്നത്. അവൾ എത്രയൊക്കെ മെസ്സേജ് അയച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൾക്ക് അതിന് സാധിക്കുന്നില്ല. എന്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യും എന്ന് അവൾക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഷെൻഷൻ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. യുവാനും വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. നീ എന്ത് ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേ? സീറു ഇപ്പൊ കമ്പനിയിലേക്ക് വരാറില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താ സംഭവിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് യുവാൻ ചോദിക്കുന്നു. ഷെൻഷൻ അവൾക്ക് ഫോണിൽ അയച്ച മെസ്സേജ് കാണിച്ചു കൊടുക്കുന്നു. യുവാന്, നീ എന്തിനു ഇങ്ങനെയൊക്കെ അയക്കാൻ പോയേ എന്ന് ഷെൻഷനോട് ചോദിക്കുന്നു. അത് ഞാനല്ല അയച്ചത് എന്ന് ഷെൻഷൻ പറയുമ്പോൾ യുവാൻ ഒന്ന് ചിന്തിച്ചിട്ട്, നീ അല്ലേ അയച്ചേ? പിന്നെ ബോക്സും ആണോ അയച്ചേ? നിങ്ങളപ്പോ അത്ര ക്ലോസ് ആണോ എന്ന് അവള് ചോദിക്കുന്നു. അവൻ എന്റെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറിച്ചയച്ചതാ എന്ന് ഷെൻഷൻ പറയുന്നു. അവന് ജലസാണോ എന്ന് യുവാൻ ചോദിക്കുമ്പോൾ, അവന് ജലസായിട്ടൊന്നുമല്ല, എന്റെ ദയനീയാവസ്ഥ കണ്ടിട്ട് എൻജോയ് ചെയ്യലാണ് അവന്റെ ഹോബി എന്ന് ഷെൻഷൻ റിപ്ലൈ കൊടുക്കുന്നു. യുവാൻ എപ്പോഴും, അവൻ ഇതുപോലൊരു റിപ്ലൈ കൊടുത്ത് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അവന് ജലസായതുകൊണ്ടാ. നിനക്കപ്പ ആ ഡയമണ്ട് ബാച്ചിലറിനെ കിട്ടിയോ എന്ന് ചോദിക്കുന്നു. അവൻ ഡയമണ്ട് ബാച്ചിലർ അല്ല, പ്ലാസ്റ്റിക് ബാച്ചിലർ ആണ്. ഒരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് അവനില്ല, അവന് ഭീഷണിപ്പെടുത്താൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് ഷെൻഷൻ ഒച്ചയിടുന്നു. യുവാൻ, ഈ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് സീറുവിന് ഒരു അറിവും ഉണ്ടാവില്ല, അതുകൊണ്ട് നീ എന്തായാലും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും, ബോക്സ് ഒരുപക്ഷെ ഇത് ചെയ്തത് നീയും സീറുവും നല്ല സ്വീറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതും പറഞ്ഞ് പിന്നെയും ബോക്സുവിന്റെ പേരും പറഞ്ഞ് ഷെൻഷനെ യുവാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഷെൻഷനാണെങ്കിൽ സീറുവുമായിട്ടുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. യുവാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഷെൻഷന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ബോക്സു ആണ്, നീ എവിടെയാ? നീ നിന്റെ ജോലി കറക്റ്റ് ചെയ്യുന്നുണ്ടോ? ഫ്രിഡ്ജിൽ ഒന്നുമില്ല എന്നവൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. യുവാൻ അത് വായിക്കുന്നു. നീ എന്നെ ഇഗ്നോർ ചെയ്യുവാണോ? എന്റെ ക്ഷമ കുറഞ്ഞു വരുവാണ് എന്ന് അടുത്ത മെസ്സേജും ബോക്സ് വായിക്കുന്നു. അത് യുവാൻ വായിച്ച് തീരുന്നതും ബോക്സ് കോൾ ചെയ്യുന്നു. നീ പെട്ടെന്ന് കോൾ എടുക്കാൻ നോക്കാവും, ഭയങ്കര ധൃതിയിലാണെന്ന് തോന്നുന്നു എന്ന് യുവാൻ പറയുന്നു. ഷെൻഷൻ, ഞാനിനി അവന്റെ അസിസ്റ്റന്റ് അല്ല, PR ടീമിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു, ഇന്നാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത് എന്ന് പറയുന്നു. ഇവിടെ ബോക്സ് ആണെ ഷെൻഷനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്തൊരു ബാഡ് ടെമ്പർ ആണ് അവൾക്ക്. അവൾക്ക് വേണ്ടി ഞാൻ ഒരേ ഒരു മെസ്സേജിനല്ല റിപ്ലൈ കൊടുത്തേ, അത് ഇത്ര വലിയ പ്രശ്നമാകാനൊന്നുമില്ല. അവക്കിനി ശരിക്കും സീറുവിനെ ഇഷ്ടമായിരിക്കോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് ബോക്സു. ഇവിടെ യുവാൻ, ഞാൻ അവന്റെ അസിസ്റ്റന്റ് ആയാലോ, നീ എന്ത് പറയുന്നു എന്ന് ഷെൻഷനോട് ചോദിക്കുന്നു. അവൻ ഇനി അസിസ്റ്റന്റിന്റെ ആവശ്യമില്ല എന്ന് ഷെൻഷൻ പറയുന്നു. യുവാൻ അത് കേട്ട് ഷോക്കാവുന്നു. അപ്പൊ കമ്പനി അവനെ ബാൻ ചെയ്യാൻ പോകുവാണോ? അപ്പൊ ഒരു യങ്സ്റ്റാറിന്റെ ഉയർച്ചയും താഴ്ചയും ആണോ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നേ എന്ന് യുവാൻ ചോദിക്കുന്നു. ഷെൻഷൻ, ഞാൻ അവന്റെ അസിസ്റ്റന്റ് ആയിരുന്നപ്പോ എനിക്ക് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഞാൻ അവന്റെ അസിസ്റ്റന്റ് അല്ല, എന്നിട്ടും എനിക്ക് ഒരു സന്തോഷവും ഇല്ല എന്ന് പറയുന്നു. യുവാൻ, അതിലിപ്പോ ഇത്ര കൺഫ്യൂസ്ഡ് ആവാനൊന്നുമില്ല, നിങ്ങൾ ഇത്രയും കാലം ഒരുമിച്ചായിരുന്നില്ലേ, നീ അവനുമായിട്ട് അത്ര ക്ലോസ് ആയിട്ടുണ്ടാവും എന്ന് പറയുന്നു. ഷെൻഷൻ, ഈ കാര്യമൊക്കെ ഇനി ബോക്സുവിനോട് ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ ബോക്സു അവന്റെ ജുവൽ ബോക്സിൽ നിന്ന് ഡയമണ്ട് എടുത്തിട്ട് ഒരു റിങ് ഡിസൈൻ ചെയ്ത് നോക്കുവാണ്. ഈ സമയത്ത് ചെറുപ്പം തൊട്ട് ഇതുവരെയുള്ള അവന്റെ യാത്രയെയും അമ്മയെയും ഒക്കെ കുറിച്ച് അവൻ ആലോചിക്കുന്നു. ഇപ്പൊ ഷെൻഷനും യുവാനും വീടിന്റെ റെന്റ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതിനെ കുറിച്ച് സംസാരിച്ച് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ഡോറിൽ ആരോ തട്ടുന്നു. ഓണർ ആയിരിക്കോ? നമ്മൾ ഇനി എന്താ ചെയ്യാ? ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ടിരുന്നാലോ? നമ്മളിവിടെ ഇല്ലാന്ന് കരുതിക്കോട്ടെ എന്ന് യുവാൻ പറയുന്നു. നീ എപ്പോഴും ഇങ്ങനെ ഒളിച്ചിരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ ഡോറ് തുറക്കാൻ പോവാ എന്ന് പറഞ്ഞ് ഷെൻഷൻ പോയി ഡോറ് തുറക്കുന്നതും കാണുന്നത് ബോക്സുവിനെയാണ്. ഡോറ് തുറന്ന അതേ സ്പീഡിൽ അവള് ഡോർ അടയ്ക്കാനും നോക്കുന്നു. പക്ഷേ ബോക്സ് തള്ളി തുറന്ന അകത്തേക്ക് വരുന്നു. യുവാൻ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബോക്സുവിനെ നേരിട്ട് കാണുന്നത്. അവൾ അവനെ കണ്ട് ഷോക്കിൽ ചാടി എഴുന്നേറ്റ്, നീ ശരിക്കും ബോക്സു ആണോ എന്ന് പറഞ്ഞ് ഷെൻഷനോട്, ഷെൻഷാ ഇവൻ എന്താ ഇവിടെ എന്ന് ചോദിച്ച് എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ ആഹ്ലാദത്തിൽ നിൽക്കുവാണ്. ബോക്സു, നീ ഇവിടെയാണോ താമസിക്കുന്നേ? കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞ് അവൻ സോഫയിലിരിക്കുന്നു. ഷെൻഷൻ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോ, നീ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, എനിക്ക് എങ്ങനെ അറിയാനോ നിന്റെ പ്രശ്നം എന്താന്ന് എന്ന് പറഞ്ഞ് ബോക്സു, ആഹാ നിങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ എന്ന് ചോദിച്ച് ഫുഡ് എടുക്കാൻ പോകുന്നതും ഷെൻഷൻ തടയുന്നു. ഇതൊക്കെ ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയാണ്, ഞങ്ങൾ സാധാരണ പട്ടിക്ക് കൊടുക്കാറാണ് പതിവ് എന്ന് പറയുന്നു. അതൊന്നും വിഷയമില്ല എന്ന് പറഞ്ഞ് ബോക്സ് ചോപ്സ്റ്റിക്ക് എടുക്കുന്നതും, അത് ഞാൻ യൂസ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് യുവാൻ അത് വാങ്ങുന്നു. അതും ഒരു വിഷയമുള്ള കാര്യമൊന്നും അല്ല, ഞാൻ കൈ കൊണ്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ബോക്സ് അത് കഴിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, എന്റെ ഫ്രിഡ്ജിൽ ഒന്നുമില്ല, നീ എന്തെങ്കിലും വാങ്ങി അതിൽ വെക്ക് എന്ന് ഷെൻഷനോട് പറയുന്നു. ഇത് കേട്ട യുവാൻ, എന്താ നീ ഇങ്ങനെ ഷെൻഷ, ഒരു അസിസ്റ്റന്റ് അല്ലേ നീ, എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. ബോക്സു, നിന്റെ റൂംമേറ്റിന് നോക്ക്, ഇങ്ങനത്തെ ഗേൾസ് ശരിക്കും ക്യൂട്ടാണ്,
മനസ്സിലായോ എന്ന് ഷെൻഷനോട് ചോദിച്ച് ബോക്സ് യുവാനോട് നിന്റെ പേരെന്താ, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കേണ്ട താമസം യുവാൻ സെൽഫി എടുക്കാൻ പോകുന്നു. ബോക്സു നമുക്ക് സെൽഫി എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഷെൻഷനോട് ഫോട്ടോ എടുക്കാൻ പറയാം എന്ന് പറയുന്നു. ഷെൻഷൻ തീരെ താല്പര്യമില്ലാതെ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് അവൾ ഫോൺ യുവാനും കൊടുത്ത് ബോക്സുവിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ആക്കുന്നു. ഈ സമയത്ത് ഇപ്പോഴെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് ചോദിച്ച് ഓണർ അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾ റെന്റ് തരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓണർ ചോദിക്കുന്നു. ബോക്സു അതിലും കയറി തലയിടുന്നു തോന്നി ഷെൻഷൻ അവനെ തള്ളി പറഞ്ഞയക്കാൻ നോക്കുവാണ്. ഞങ്ങൾക്ക് ഒരു 2 ദിവസം കൂടെ തരാൻ പറ്റുമോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ഞങ്ങൾ എന്തായാലും റെന്റ് തിങ്കളാഴ്ച തരും എന്ന് യുവാനും പറയുന്നു. ഓണർ ഒരു മിനിറ്റ് പോലും തരില്ല. ഞാൻ വരുമ്പോൾ ഒരു കാർ അവിടെ ഉണ്ടായിരുന്നു ഗേറ്റിന്റെ ഭാഗത്തായിട്ട്. ഞാൻ അവനോട് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവന്റെ ഹെൽപ്പ് ചോദിക്കാം എന്ന് ഓണർ പറയുന്നു. ഷെൻഷനും യുവാനും താണുകയാണ് കൈയും കാലും പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഓണർ സമ്മതിക്കുന്നില്ല. ഈ സമയത്ത് വീണ്ടും ബോക്സ് അങ്ങോട്ടേക്ക് വരുന്നു. എത്രയാ റെന്റ് എന്നവൻ ചോദിക്കുന്നു. ഓണർ നിന്നോട് തന്നെ ആയിരുന്നല്ലോ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, 15,550 ടോട്ടൽ എന്നവര് പറയുന്നു. ഞാൻ എന്റെ ഫോണിൽ നിന്ന് പേ ചെയ്തോട്ടെ എന്നവൻ ചോദിക്കുമ്പോൾ ഷെൻഷൻ ഞെട്ടുന്നു. പേ ചെയ്യാൻ പോകുന്ന ബോക്സുവിനെ തടയാൻ നോക്കുന്നു. യുവാൻ ആണെങ്കിൽ ഷെൻഷനെ തടയാൻ നോക്കുന്നു. നിങ്ങളത് വാങ്ങരുതെന്നും പറഞ്ഞ് ഷെൻഷൻ അലറുന്നുണ്ട്. പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓണർ നീ ശരിയല്ല, ഇവൻ നല്ലവനാണ്, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഇവൻ റെന്റ് പേ ചെയ്ത്, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നീ അവന് പൈസ തിരിച്ചു കൊടുക്ക്, ദയവ് ചെയ്ത് എന്നെ കഷ്ടപ്പെടുത്തരുത്. ഇവനെ നോക്ക് എന്ത് ഹാൻസം ആണ്, നിനക്ക് നന്നായിട്ട് ചേരും, നിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഓണർ അവൾക്ക് ഉപദേശം കൊടുക്കുന്നു. ബോക്സു ഞാൻ ഇപ്പോഴാ ശ്രദ്ധിക്കുന്നത്, അവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, അത് ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ ആളെ അയക്കാം എന്ന് ഓണർ പറയുന്നു. സി യു ഹാൻസം എന്ന് പറഞ്ഞ് ഓണർ ബോക്സുവിന് കൈ കൊടുക്കുന്നു. ബോക്സുവും തിരിച്ച് കൈ കൊടുത്ത് വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. എന്നാൽ ഈ സമയത്തും ഓണർ അവന്റെ കൈ വിട്ടിട്ടില്ല, അവനെ പിടിച്ചു വലിക്കുന്നു. ഷെൻഷന് ഓടിപ്പോയിട്ട് നിങ്ങളുടെ റെന്റ് ഒക്കെ പേ ചെയ്തില്ലേ, ഇനി പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് കൈ വേർപെടുത്തുന്നു. അടുത്ത തവണ അടുത്ത റെന്റ് തരാം എന്ന് വിളിച്ചു പറയുന്നു. വീട്ടിലേക്ക് കയറി ബോക്സു ഇവിടെ ഭയങ്കര ചൂടാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഷെൻഷൻ ഇവിടെ ഭയങ്കര ചൂടാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോയി എ സിയിൽ നല്ല സുഖമായിട്ട് കിടന്നൂടെ എന്ന് ചോദിച്ച് എങ്ങനെയെങ്കിലും ബോക്സുവിനെ പറഞ്ഞേക്കാൻ വേണ്ടി നോക്കുവാണ് അവള്. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു ഉപകാരം ചെയ്തു, എന്നിട്ട് നീ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തോ, അതുപോലും ചെയ്യാതെ ഇപ്പോഴും എന്നെ പറഞ്ഞേക്കാൻ വേണ്ടി നോക്കുവാണ് എന്നവൻ പറയുന്നു. ഇത് പറഞ്ഞു കഴിയുന്നതിന്റെ മുന്നേ തന്നെ യുവാൻ ബോക്സു വെള്ളം എന്നും പറഞ്ഞ് വളരെ സ്നേഹത്തോടെ അവന് വെള്ളം കൊണ്ടു കൊടുക്കുന്നു. യുവാൻ ആണെങ്കിൽ അവൻ ചെയ്ത ഉപകാരത്തിന് താങ്ക്സ് പറയുക മാത്രമല്ല എപ്പോ വേണേലും വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനും കൊടുക്കുന്നു. ഇത് കേൾക്കുന്നതും ബോക്സു യുവാന് വിവരമുണ്ട്, ഇതിനെയാണ് വിവരം എന്ന് പറയുന്നത്, അല്ലാതെ നിന്നെ പോലെ ഒന്നുമല്ല എന്ന് ഷെൻഷനോട് പറയുന്നു. ബോക്സും യുവാനും പെട്ടെന്ന് തന്നെ കമ്പനിയാവുന്നു. ഇതൊന്നും ഷെൻഷന് തീരെ പിടിക്കുന്നില്ല. യുവാൻ ഷെൻഷനോട് നീ പറയാറുണ്ടല്ലോ ബോക്സുവിന് ഭയങ്കര അഹങ്കാരമാണെന്ന്, എനിക്ക് തോന്നുന്നത് അവൻ വളരെ നല്ലവനാണെന്നാണ് എന്ന് പറയുന്നു. ബോക്സു ആനന്ദ പുളകിതനാവുന്നു. ഷെൻഷൻ ഫൂൾസ് മാത്രമേ അവനെ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ബോക്സു നീ ഇപ്പൊ എന്താ പറഞ്ഞത്, ഫൂൾസ് എന്നുള്ളത് കൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചേ, നീ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടമായില്ല, ഫൂൾസ് എന്നതുകൊണ്ട് നീ എന്താ സത്യത്തിൽ ഉദ്ദേശിച്ചേ, ഞാൻ ഒരു നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ തന്നെ പൊക്കുന്നു. ശരിയാ, സമ്മതിച്ചു, നീ ശരിക്കും നല്ലവനാ, വേറെ ലെവലാണ് നീ, നല്ലവനായ അദ്ദേഹത്തിന് ഇപ്പൊ ഇവിടുന്ന് ഒന്ന് പൊക്കൂടെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഉറങ്ങായിരുന്നു എന്ന് ഷെൻഷൻ പറയുന്നു. ബോക്സു അത് സമ്മതിച്ച് അവിടുന്ന് പോകുന്നു. അവൻ പോകുന്ന സമയത്ത് പൈസ തിരിച്ചു തരാമെന്ന് ഷെൻഷൻ വിളിച്ചു പറയുന്നു. എപ്പോ വേണേലും നിനക്ക് ഇങ്ങോട്ടേക്ക് വരാട്ടോ എന്ന് യുവാനും പറയുന്നു. ഇപ്പൊ ഷെൻഷനും യുവാനും സംസാരിക്കുന്നു. യുവാൻ ബോക്സുവിന് എന്തായാലും നല്ലൊരു ബോയ് ഫ്രണ്ട് ആവാൻ പറ്റും, ഈ പിക്ചർ നോക്ക്, ഇവനെ നോക്ക് എന്ത് ഹാൻസം ആണ്, നിന്റെ കമ്പനിക്ക് എങ്ങനെയാ ഇവനെ ഒഴിവാക്കാൻ തോന്നുന്നേ, നീയോ അവനെ വിട്ടുപോവാ, പാവം അവന് ഒന്നും അറിയില്ല, എല്ലാവരും അവനെ ഉപേക്ഷിക്കുവാണെന്നറിഞ്ഞ് അവന് ഒത്തിരി വിഷമാവും എന്നവള് പറയുന്നു. പിറ്റേന്ന് ഷെൻഷൻ ബോക്സുവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്കുവാണ്. ബോക്സു അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഇന്നെന്താ ലേറ്റ് ആയേ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു. ഷെൻഷനൊന്നും മിണ്ടാതെ വെള്ളം കൊണ്ടു കൊടുക്കുന്നു. ബോക്സു നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ നീ മെയ്ഡ്സ് വരുന്ന വഴിയിലൂടെ വരണ്ട, മെയിൻ ഡോറിലൂടെ വന്നാൽ മതി എന്ന് പറയുന്നു. ഷെൻഷൻ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാത്തത് കണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, ഇന്നലെ ഞാൻ അത്രയും വലിയൊരു സഹായം നിനക്ക് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നലെ നീയും നിന്റെ ഫ്രണ്ടും കൂടെ തെരുവിൽ കിടക്കേണ്ടി വന്നേനെ, എന്നിട്ട് നീ എന്നോടൊരു താങ്ക്സ് പറഞ്ഞോ എന്നവൻ ചോദിക്കുന്നു. ഷെൻഷൻ അവളുടെ ബാഗ് തുറന്ന് ഒരു കവർ എടുത്ത് ബോക്സുവിന് കൊടുക്കുന്നു. 1550 ഉണ്ട്, സഹായിച്ചതിന് നന്ദി എന്നവള് പറയുന്നു. എത്ര എന്ന് ബോക്സ് ചോദിക്കുമ്പോൾ 1550 എന്നവള് പറയുന്നു. എത്രയാന്ന് എന്ന് പിന്നെയും ബോക്സ് ചോദിക്കുമ്പോഴാണ് അത് 1550 അല്ല 15,550 ആണ് എന്ന് ഷെൻഷന് ഓർമ്മ വരുന്നത്. നീ ഒരു 0 പറയാൻ മറന്നുപോയി, പിന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇപ്പൊ നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, ഇപ്പൊ നീ
ഇതെടുത്തോ, എന്നിട്ട് കയ്യിൽ ഉണ്ടാവുമ്പോൾ തിരിച്ചു തന്നാൽ മതി. ഞാനൊരു സെലിബ്രിറ്റിയാണ്, എന്റെ അസിസ്റ്റന്റിന് കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ്. ഇതും പറഞ്ഞു പോകുന്ന ബോക്സുവിന്റെ പുറകെ ഷെൻഷൻ ആ പൈസ കൊണ്ട് പോകുന്നു. ബോക്സു ഒരു ലിസ്റ്റ് കാണിച്ചിട്ട് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യണം, പിന്നെ എന്റെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലീനറിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുള്ള പണം തികഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ കാർഡ് യൂസ് ചെയ്യാൻ പറഞ്ഞ് പിൻ നമ്പറും ബോക്സ് പറഞ്ഞു കൊടുക്കുന്നു. ഷെൻഷൻ അപ്പൊ തന്നെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ആളെ ഏർപ്പാടാക്കുന്നു. എന്നിട്ട് ബോക്സുവിനോട് കമ്പനി നിന്നോട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അവളിത് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ബോക്സു അവരെന്നെ ഒഴിവാക്കി, പിന്നെ ഇപ്പൊ ഞാനെന്തിനാ അവരുടെ കാര്യം നോക്കുന്നേ, മാത്രമല്ല ഞാൻ നിന്റെ ഫോൺ കോൾസ് അല്ലാതെ വേറെ ആരുടെയും കോൾ എടുക്കാറില്ല എന്നവൻ പറയുന്നു. ഷെൻഷൻ, ഡയറക്ടർ യു ആണ് നിന്നോട് പറയേണ്ടത്, ഞാനല്ല. കമ്പനി പറയേണ്ടത് ഇനി മുതൽ ഞാൻ നിന്റെ അസിസ്റ്റന്റ് ആവേണ്ട കാര്യമില്ല എന്നാണ്. സോ ഈ പ്ലേസ് ക്ലീൻ ചെയ്യാനൊന്നും ഇനി ഞാൻ ഉണ്ടാവില്ല. ഇതാണ് ലാസ്റ്റ് ടൈം. ഇത് കഴിഞ്ഞാൽ നീ ക്ലീനേഴ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവരൊക്കെ എന്നേക്കാൾ പ്രൊഫഷണൽ ആയിരിക്കും, എന്തായാലും എന്നേക്കാൾ ബെറ്റർ ആയിരിക്കും. നിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഹാപ്പി ആയിരുന്നില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നിന്റെ അടുത്ത് നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളൊരു സ്പീച്ച് തന്നെ നടത്തുവാണ്. ഇത് കേട്ട് ബോക്സു നിർത്ത്, ഇത്ര തിരക്ക് പിടിച്ചിട്ട് നീ സ്പീച്ച് ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ റിമൂവ് ചെയ്തു. ആരെ നിന്നെ റിമൂവ് ചെയ്തേ? ഡയറക്ടർ നന്നാണോ? ഞാനില്ലേ ഇവിടെ, എല്ലാം ശരിയാക്കാം എന്ന് അവൻ പറയുന്നു. എന്തായാലും എന്റെ പൈസ നിന്റെ കയ്യിലുള്ളത് നീ മറക്കണ്ട എന്ന് ബോക്സ് പറയുന്നുണ്ട്. ഞാനത് നിനക്ക് തിരിച്ചു തന്നതാണല്ലോ എന്ന് പറഞ്ഞ് ഷെൻഷൻ വീണ്ടും ആ പൈസ അവന് കൊടുക്കുന്നതും ബോക്സു, ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു ഇത് ഷോപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനുള്ളതാണ് എന്ന്. ഇതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഷെൻഷനും കവർ എടുത്തിട്ട് പുറകെ പോകുന്നു. ഇത് പിടിക്ക് എന്നും പറഞ്ഞ് ബോക്സുവിന് കൊടുക്കുന്നു. ഞാൻ ഒരു തവണ കൂടെ നിന്നോട് പറയാം, ഇത് ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള പൈസയാണ്. ആ ലിസ്റ്റിലുള്ള എല്ലാം പോയി വാങ്ങിയിട്ട് വാ. ഇത് പിടിക്ക് എന്ന് പറഞ്ഞ് അവൻ ആ പണം ഷെൻഷന് തിരിച്ചു കൊടുക്കുന്നു. ഷെൻഷൻ അത് പിടിക്കുന്നില്ല, കവറ് താഴെ വീഴുന്നു. പിന്നീട് ഇതാരെ എടുക്കും എന്ന് ചോദിച്ചിട്ടാണ് അടുത്തടി. നീ എടുക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാനും അത് എടുക്കുന്നില്ല എന്ന് ബോക്സ് പറയുന്നതും ഷെൻഷൻ അത് എടുത്തിട്ട് എനിക്ക് ഈ പണം വേണ്ടാന്ന് പറഞ്ഞില്ലേ, നീ ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് ബലമായിട്ട് ബോക്സുവിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി അവള് നോക്കുന്നു. ഇതിന്റെ ഇടയിൽ ഷെൻഷന്റെ നഖം തട്ടിയിട്ട് കൈ വേദനിക്കുന്നത് കാരണം ബോക്സ് കൈ വലിക്കുന്നതും ആ പണം സ്ലോ മോഷനിലെ വെള്ളത്തിൽ വീഴുന്നത് രണ്ടുപേർക്കും നോക്കി നിൽക്കേണ്ടി വരുന്നു. പണം നശിപ്പിക്കുന്നത് നിയമലംഘനമാണെന്ന് നിനക്കറിയില്ലേ എന്ന് ബോക്സ് പറയുമ്പോൾ നീയാണ് അത് ചെയ്തത് എന്ന് ഷെൻഷനും പറയുന്നു. പിന്നീട് രണ്ടുപേരും ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് അടിയുണ്ടാക്കുന്നത്. ഷെൻഷൻ പൈസ എടുക്കുന്നു. നിന്റെ പുറകിലുണ്ട്, മുന്നിലുണ്ട്, അതാ ആ സൈഡില് എന്ന് പറഞ്ഞ് ബോക്സു മേൽനോട്ടം കൊടുക്കുകയും ചെയ്യുന്നു. അവള് കഷ്ടപ്പെട്ട് എടുക്കുന്നത് കണ്ട് ബോക്സു ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുന്നതും എന്റെ അടുത്തേക്ക് പോലും വന്നു പോരുത് എന്ന് ഷെൻഷൻ പറയുന്നു. ബോക്സു അതനുസരിച്ച് അവിടുന്ന് പോകാൻ നിൽക്കുന്നു. ഈ സമയത്ത് ഷെൻഷൻ ബാലൻസ് തെറ്റിയിട്ട് പൂളിലേക്ക് വീഴുന്നു. ഇത് നോക്കി ബോക്സു, നീ ഇങ്ങനെ വെള്ളത്തിൽ വീണേ, ഇങ്ങനെ കൈയും കാലും ഇട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ അരയ്ക്ക് താഴേക്കേ വെള്ളമുള്ളൂ, നിനക്ക് നീന്താൻ അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഷെൻഷൻ കൈയും കാലും ഇട്ട് അടിച്ച് ഹെൽപ്പ് ചോദിക്കുന്നത് കേട്ട് ബോക്സു നിനക്ക് ശരിക്കും നീന്താൻ അറിയത്തില്ലേ എന്ന് ചോദിച്ച് പ്രശ്നം ഗുരുതരാവുന്നത് കണ്ടപ്പോൾ അവനും പൂളിലേക്ക് എടുത്ത് ചാടുന്നു. അവളുടെ അടുത്തേക്ക് പോയി അവളെ പിടിക്കുന്നു. ബോക്സു ഷെൻഷനെ എത്ര വിളിച്ചു നോക്കിയിട്ടും അവളെ എഴുന്നേക്കുന്നില്ല, അവളുടെ ബോധം പോയിട്ടുണ്ട്. സോ ബോക്സു വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് അവക്ക് കൃത്രിമശ്വാസം കൊടുക്കുന്നു. കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഷെൻഷൻ ചാടി എഴുന്നേറ്റ് ബോക്സുവിനെ അള്ളി പിടിച്ചിരിക്കും. ആകെ പേടിച്ചു പോയത് കാരണം ബോക്സുവിനെയും കെട്ടിപ്പിടിച്ച് അവന്റെ ഒക്കത്തിരിക്കുവാണ് അവള്. അവളൊന്ന് കൂളാവുന്നതും ബോക്സു ഞാൻ നിന്നോട് പറഞ്ഞതാണ് നിന്റെ അരയ്ക്ക് താഴേക്കേ വെള്ളം ഉള്ളൂന്ന്. അപ്പൊ ഷെൻഷൻ പൂളൊന്ന് നോക്കിയിട്ട് ഇറങ്ങാൻ പേടിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ബോക്സു അവളെ പൂളിന് മുകളിലേക്ക് കയറ്റിയിരുത്തുന്നു. നിനക്ക് നീന്താൻ പോലും അറിയില്ലേ, ഭയങ്കര മോശമാണ് കേട്ടോ എന്ന് പറയുന്നു. ഷെൻഷൻ പണം ഞാൻ പിന്നെ തരാം, എനിക്ക് നിന്റെ അസിസ്റ്റന്റ് ആവണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ആ നനഞ്ഞ ഡ്രസ്സോട് കൂടെ തന്നെയാണ് അവള് പോകുന്നത്. ലിഫ്റ്റിന്റെ മുന്നിൽ ആ ക്യൂട്ട് ബോയും ഉണ്ട് കേട്ടോ. ലിഫ്റ്റ് ഓപ്പൺ ആവുമ്പോൾ ലേഡീസ് ഫസ്റ്റ് എന്നും പറഞ്ഞ് ആ കൊച്ചു അവളോട് കയറാൻ പറയുന്നു. വീട്ടിലേക്ക് എത്തിയ ഷെൻഷൻ ഒന്ന് ഫ്രഷ് ആയി മെഡിസിൻ കുടിക്കുന്ന സമയത്ത് സീറുവിന്റെ മെസ്സേജ് വരുന്നു. എന്നോട് എല്ലാ കാര്യവും ഇവാൻ പറഞ്ഞു, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് സീറു പറയുന്നു. സോ ഷെൻഷൻ ഹാപ്പി ആവുന്നു. ഇപ്പൊ അവള് കോഫി ഷോപ്പിലാണ്. അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടിനെ പറ്റിയിട്ട് അവള് മിസ്റ്റർ ഗുവിനോട് ചോദിക്കുന്നു, നിനക്ക് ഇനിയും മ്യൂസിക് ഓഡിഷനിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ടോ? നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് മിസ്റ്റർ ഗു പറയുന്നു. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്, പക്ഷേ നിങ്ങളെ ഇനിയും ഞാൻ നിരാശനാക്കേണ്ടി വരും എന്ന് ഷെൻഷൻ പറയുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും അവർ മീറ്റ് ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുവാണ്. മിസ്റ്റർ ഗു ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് താഴെ വീണ് കിടക്കുമായിരുന്നു. മഴ വരെ പെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ നീ അത് ട്രാപ്പാണെന്ന് പോലും വിചാരിക്കാതെ എന്നെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നീ തന്നെയാണ് എന്നെ നോക്കിയതും. ഞാൻ അതിന് ഇതുവരെ നിനക്ക് പേ ചെയ്തിട്ടില്ല എന്ന് മിസ്റ്റർ ഗു പറയുന്നു. ഇങ്ങോട്ട് വന്നിട്ട് ബില്ലടയ്ക്കാതെയാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഷെൻഷനും പറയുന്നു. അവരതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷെൻഷൻ പിറ്റേ ദിവസം കമ്പനിയിലേക്ക് വരുന്നു. എല്ലാം ഇനിയും ഒന്നീന്ന് തുടങ്ങണം, എല്ലാം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവള് കമ്പനിയിലേക്ക് കയറുന്നു. PR ടീമിലുള്ള അവളുടെ ഫസ്റ്റ് ഡേ ആണിത്. അവളുടെ
ഡയറക്ടർ യുവിനെ മീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അന്നത്തെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഷെൻഷൻ ശരിക്കും കമ്പനി ബോക്സുവിനെ ഉപേക്ഷിക്കാൻ പോകുവാണോ എന്ന് ചോദിച്ചതും അതിപ്പോഴും പെൻഡിങ് ആണ്, ഞങ്ങൾ നോക്കുന്നുണ്ട്, ഇനി ബോക്സു സ്റ്റാർ എന്റർടൈൻമെന്റിന്റെ സെന്റർ ആയിരിക്കില്ല, അസിസ്റ്റന്റ് ജോബിൽ നിന്നും നിന്നെ ഒഴിവാക്കാൻ കമ്പനി തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ അവളോട് ഡയറക്ടർ യു പറഞ്ഞത് ഓർത്ത് വളരെ സങ്കടത്തിൽ അവള് വീട്ടിലേക്ക് വരുവാണ്. ഡോറ് തുറക്കുമ്പോൾ അത് ലോക്ക്ഡ് അല്ല, സോ അവള് യുവാനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു. എന്നാൽ അവിടെ യുവാൻ അല്ല ഉള്ളത്, പകരം ബോക്സുവിന്റെ ആ ഡൈഹാർഡ് ഫാനില്ലേ അവള് സോഫയിൽ കിടക്കുന്നതാണ് കാണുന്നത്. ഷെൻഷൻ അവളെ വിളിച്ചെഴുന്നേപ്പിച്ച് നീ എങ്ങനെയാ ഉള്ളിലേക്ക് കയറിയേ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷെ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല എന്നവള് പറയുന്നു. ഷെൻഷൻ നീ എങ്ങനെയാ ഉള്ളിലോട്ട് കയറിയേ എന്ന് ചോദിക്കുന്നു. ഞാൻ ഒന്നും തൊട്ടിട്ടില്ല, ഞാൻ ഒന്നും എടുത്തിട്ടുമില്ല, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ അതെടുത്ത് കുടിച്ചു, ഞാൻ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ഫാൻ ഗേൾ പറയുന്നു. ഷെൻഷൻ വീണ്ടും നീ എങ്ങനെയാ ഉള്ളിലേക്ക് കയറിയേ എന്ന് ചോദിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സോഫയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു, വെയിറ്റ് ചെയ്ത് നീ വരാത്തത് കണ്ടപ്പോൾ എനിക്ക് നല്ല ക്ഷീണമായി, ഞാൻ ഉറങ്ങിപ്പോയി എന്ന് ഫാൻ ഗേൾ പറയുന്നു. ഷെൻഷൻ ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, നീ എങ്ങനെയാ ഉള്ളിലേക്ക് കയറിയേ എന്ന് ചോദിക്കുന്നു. അവൾ എഴുന്നേറ്റ് പോയി നിങ്ങളുടെ ഈ ലോക്കില്ലേ അത് തീരെ ശരിയില്ല, ഞാനൊരു അയൺ വയർ വെച്ച് തിരിച്ചപ്പോഴേക്ക് ഡോർ ഓപ്പൺ ആയി, ഇത് മാറ്റണം കേട്ടോ എന്ന് പറഞ്ഞ് ഷെൻഷൻ അവൾ അഡ്വൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷെൻഷൻ നിനക്ക് എങ്ങനെയാ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായേ എന്ന് ചോദിക്കുന്നു. ഫാൻ ഗേള് നീ താമസിക്കുന്ന സ്ഥലം മാത്രമല്ല ബോക്സ് താമസിക്കുന്ന സ്ഥലവും എനിക്കറിയാം, ഒരു ഫാൻ ഗേൾ എന്ന നിലയിൽ എന്റെ ഡ്യൂട്ടിയാണ് അത്, ഇതൊക്കെ ഒരു ഫാനിന്റെ സ്കില്ലാണ് എന്നവൾ പറയുന്നു. അവളൊന്നും എടുത്തിട്ടില്ല തൊട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ കഴുത്തിലിട്ടേക്കുന്ന സ്കാർഫും ഇട്ടിരിക്കുന്ന ജാക്കറ്റും എല്ലാം ഷെൻഷന്റെ ആണ്. അതായത് വീട് മൊത്തത്തിൽ അവൾ അരിച്ചു പെറുക്കിയിട്ടുണ്ട്, ഇതെല്ലാം തിരിച്ചു കൊടുത്ത് ടൂത്ത് ബ്രഷ് അടക്കം താൻ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവൾ കുറ്റസമ്മതം നടത്തുന്നു. അവൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കാരണം ഷെൻഷൻ ഇപ്പൊ അവളെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുവാണ്. ഷെൻഷന്റെ വീട്ടിൽ നിൽക്കാനുള്ള പ്ലാനിലാണ് അവൾ വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ഷെൻഷൻ വീണ്ടും ചോദിക്കുന്നു. വീട് വിട്ടിറങ്ങിയതാണ് എന്ന് അവൾ ഉത്തരം കൊടുക്കുന്നു. അവളെ തന്റെ വീട്ടിൽ നിർത്താൻ ഷെൻഷൻ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവളെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. യുയാൻ ഇവളെ കണ്ട് ഇവൾ ആരാ എന്ന് ചോദിക്കുന്നു. ഫ്രണ്ടാണ്, കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും എന്നാണ് ആദ്യം ഷെൻഷൻ പറയുന്നത്. യുയാൻ ഷെൻഷനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദിക്കുന്ന സമയത്ത് ബോക്സുവിന്റെ ഫാനാണ്, അവളുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, കുറച്ചു ദിവസം ഇവിടെ താമസിച്ചോട്ടെ എന്ന് ഹെൽപ്പ് ചോദിച്ചു എന്ന് ഷെൻഷൻ പിന്നീട് സത്യം പറയുന്നു. അന്ന് നൈറ്റ് ആ ഗേൾ അവിടെ താമസിക്കുന്നു. രാവിലെ അവള് നല്ല ഉറക്കമായിരിക്കും, സോ യുവാനും ഷെൻഷനും അവളെ വിളിച്ചെഴുന്നേപ്പിക്കാൻ നിൽക്കാതെ വർക്കിന് പോകുന്നു. പുറത്തെത്തിയതും യുവാന് പെട്ടെന്ന് തന്നെ അവളോട് വീട്ടിലേക്ക് പോകാൻ പറ എന്ന് പറയുന്നു. ഞാൻ വന്ന ഉടനെ തന്നെ അവളോട് സംസാരിക്കാം എന്ന് ഷെൻഷനും പറയുന്നു. രണ്ടുപേരും ജോലിക്ക് പോകുന്നു. യുവാനും ഷെൻഷനും ഇല്ലാത്തത് കാരണം ഇവിടെ ഫാൻ നടത്തുന്ന കുരുത്തക്കേട് ചെറുതൊന്നുമല്ല. അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചുകൊണ്ട് ഇപ്പൊ അവൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഷെൻഷനും ഞാനുമായിട്ട് നല്ല ക്ലോസ് ആണ്. ഷെൻഷൻ 48 മണിക്കൂറും ബോക്സുവിന്റെ കൂടെയാണ്, അതുകൊണ്ട് ഇനി ഞാനും ബോക്സുവും തമ്മിൽ ക്ലോസ് ആവും. ഇനി ഫാൻ ക്ലബിന് ഞാനായിരിക്കും ഹെഡ്. ഷെൻഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫാൻ മീറ്റ് ഇനി ഞാൻ വേണം അറേഞ്ച് എന്നൊക്കെ പറഞ്ഞ് ആ ഫാൻ ഗേൾ ലോക തള്ളിക്കൊണ്ടിരിക്കുവാണ്. അവള് തന്നെ ഇങ്ങനെയാവുമ്പോ വരുന്ന ഫ്രണ്ട്സ് എന്തായാലും മോശമാവില്ലല്ലോ. അവളെക്കാൾ അലമ്പാണ് ഫ്രണ്ട്സ് റൂം മുഴുവൻ വൃത്തിയേടാക്കിയിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് ബോക്സുവിന്റെ ഫാൻ ക്ലബ് ലീഡറിനെ ഷെൻഷൻ കാണുന്നു. ഷെൻഷനോട് ഫാൻ ക്ലബ് ലീഡർ നീ ഇനി ബോക്സുവിന്റെ അസിസ്റ്റന്റ് അല്ലേ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അല്ലാന്ന് പറഞ്ഞിട്ട് നീയല്ലേ ഫാൻ ക്ലബ് ലീഡർ, ബോക്സുവിന്റെ കൂടെയാണ് ഡിന്നർ കഴിച്ച ആ പെണ്ണിനെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ എന്ന് ചോദിക്കുന്നു. ഓ അറിയാം, എനിക്ക് അവളെ നന്നായിട്ട് അറിയാം, അവളെ കൊണ്ട് എപ്പോഴും പ്രോബ്ലം ആണ്, 24 മണിക്കൂറും ഐഡൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇത് കാരണം അവൾ സ്കൂൾ വരെ നിർത്തി എന്റെ അടുത്ത് ബോക്സുവിനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാനാണ് മാനേജർ സണ്ണോട് പറഞ്ഞിട്ട് ഡിന്നർ മീറ്റിന് അവളുടെ പേര് കൊടുക്കാൻ പറഞ്ഞത് എന്ന് ഫാൻ ക്ലബ് ലീഡർ പറയുന്നു. ഷെൻഷൻ അതിന് ഡിന്നർ മീറ്റ് റാൻഡം ആയിട്ടല്ല സെലക്ട് ചെയ്തേ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് പറഞ്ഞ് ഫാൻ ക്ലബ് ലീഡർ മാനേജർ സണ്ണിന്റെ അടുത്തേക്ക് പോകുന്നു. മാനേജർ സൺ ഷെൻഷനോട് നീ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ സംസാരിച്ചതായിരുന്നു, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫാൻ ക്ലബ് ലീഡർ മാനേജർ സണ്ണോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷെൻഷനാണെങ്കിൽ ഇപ്പോഴും അവൾ തന്റെ വീട്ടിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയില്ല, സോ അവൾക്ക് വിളിച്ചു നോക്കുന്നു. നീ എന്താ ചെയ്യുന്നതെന്ന് ഷെൻഷൻ ചോദിക്കുമ്പോൾ ഞാൻ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്നാണ് അവൾ കള്ളമായിട്ട് പറയുന്നത്. ഷെൻഷൻ എന്റെ തിങ്സ് ഒന്നും തൊടാൻ പാടില്ല, പുറത്തേക്ക് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുന്നു. വീണ്ടും ഫാൻ ഗേൾ ഫ്രണ്ട്സിനോട് എനിക്കിനി ബോക്സുവിനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാം, എന്തിനധികം എനിക്ക് അവന്റെ വീട്ടിലേക്ക് വരെ പോവാം, പോകുമ്പോൾ അവന് നല്ല ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വേണം പോകാൻ. എങ്ങനെയാ പക്ഷെ ഗിഫ്റ്റ് വാങ്ങുക, നമ്മുടെ അടുത്ത് അതിന് പണം ഇല്ലല്ലോ. സോ ഞാൻ ബോക്സുവിന് വേണ്ടിയിട്ട് പുതിയ ഫാൻ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും ഹെഡായിട്ടിരുന്നിട്ട് നിങ്ങളുടെ കീഴിൽ ആളെ ചേർക്കണം, നമ്മുടെ ക്ലബിലേക്ക് ജോയിൻ ചെയ്യുന്ന ഓരോരുത്തരുടെ അടുത്ത് നിന്നും പണം വാങ്ങണം എന്ന് അവള് പറയുന്നു. ആ ഗ്രൂപ്പിലെ വേറൊരു ഗേള് അതിന് നമുക്ക് ഓൾറെഡി ഒരു ഫാൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ എന്ന് പറയുന്നു. ആ ഉണ്ട്,
എന്നാൽ അവള് ഓരോ സാധനങ്ങൾ ബോക്സുവിന്റെ സാധനങ്ങളാണെന്നും പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പണം വാങ്ങിക്കൊണ്ടിരിക്കുവാണ്. മാനേജർ സൺ അവൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് നമ്മളോടെല്ലാം ഇങ്ങനെ അവൾ റൂഡായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവളെ പോയി അടിച്ചാലോ എന്നാ ഫാൻ ഗേൾ പറയുന്നു. ആരെയാ നിങ്ങൾ അടിക്കാൻ പോകുന്നേ എന്ന് ചോദിച്ച് യുവാൻ ഇപ്പോൾ വീടിനുള്ളിലേക്ക് വരുന്നു. ആ ഗേൾസ് യുവാനെ കണ്ട് ഷോക്കായി നിൽക്കുന്നു. വീടാകെ തല കീഴായി മറിച്ചിട്ടിട്ടുണ്ട്. ആകെ മൊത്തം വൃത്തിയേടാക്കിയിട്ടുണ്ട്. ഇത് കണ്ട് യുവാന് നന്നായിട്ട് ദേഷ്യം വരുന്നു. ഇവരുടെ വീട്ടിലിരുന്ന ഫാൻ യുവാനോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ യുവാൻ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞ് എല്ലാവരെയും ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ഡോർ അടയ്ക്കുന്നു. ആ ഗേൾസ് അവിടുന്ന് പോവാതെ വീണ്ടും യുവാനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ കണ്ടും കേട്ടും ഭ്രാന്തായി യുവാൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ടെങ്കിൽ മര്യാദയ്ക്ക് എല്ലാം കൂടെ ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞ് അടിക്കാൻ പോകുന്നതും അവരെല്ലാം കൂടെ അവിടുന്ന് ഓടുന്നു. സീറോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവന്റെ കൂടെ കളിക്കുന്ന ഡാൻസേഴ്സ് എല്ലാം ടയേർഡായിട്ട് അവിടെ ഇരിക്കുന്നു. എന്താ പറ്റിയെന്ന് സീറോ ചോദിക്കുമ്പോൾ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഞങ്ങൾക്ക് സാലറി വരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്നു. സാലറിയെ കുറിച്ച് സീറോവിന് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ അവൻ എല്ലാവരോടും വർക്ക് ചെയ്യാൻ പറഞ്ഞ് അവരെ ചിയർ ചെയ്യുന്നു. അവരെല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് തീർന്നതും സീറോ യുവാനെ നോക്കി പോകുന്നു. യുവാൻ അവിടെ ഇല്ലാത്തത് കാരണം കോൾ ചെയ്തിട്ട് എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുന്നു. ഷെൻഷൻ ഒരു പെണ്ണിനെ കൊടുന്ന് വീട്ടിലാക്കി. അവൾ ചെയ്ത ഓരോ കാര്യങ്ങൾ കാരണം ഇപ്പോഴാണ് എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കിയത് എന്ന് യുവാൻ പറയുന്നു. കമ്പനി ആർട്ടിസ്റ്റുകൾക്കൊന്നും 2-3 മാസമായിട്ട് സാലറി കൊടുക്കാത്തതിനെ കുറിച്ച് സീറോ ചോദിക്കുന്നു. യുവാൻ, നിനക്കറിയാലോ നമ്മുടെ കമ്പനിയുടെ സിറ്റുവേഷൻ, പണം തീരെയില്ല. നീ ഈ കമ്പനി വിട്ട് പോയാലോ എന്ന് കരുതിയിട്ടായിരിക്കും ഒരുപക്ഷെ ബോസ് നിന്നോടൊന്നും പറയാത്തത് എന്ന് പറയുന്നു. ഇപ്പോൾ സീറോ ബോസിനോട് സംസാരിക്കുന്നു. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇല്ലാത്തത് എന്നാണ് ഞാൻ കരുതിയത്, എന്നാൽ ഇവിടെ ക്യാപിറ്റലും കുറവാണ് എന്ന് സീറോ പറയുമ്പോൾ, നീ പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിന്നോട് ഒരു കാര്യവും പറയാതിരുന്നത്. നിനക്ക് വലിയ കമ്പനികളിൽ നിന്നും ഓഫേഴ്സ് വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടു. നീ വേറെ ഏത് കമ്പനിയിൽ പോയി ജോയിൻ ചെയ്താലും ഒരിക്കലും ഞാൻ നിന്നെ തെറ്റായിട്ട് കാണില്ല എന്ന് ബോസ് പറയുന്നു. ഷെൻഷൻ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നു. വീട് നല്ല അലങ്കോലമായിട്ട് ഇരിക്കുന്നതാണ് അവൾ കാണുന്നത്. യുവാൻ അതിന്, ഇതൊക്കെ നീ കൂട്ടിയിട്ട് വന്ന പെണ്ണും അവളുടെ ഫ്രണ്ട്സും ചെയ്തതാണ്. നീ ഇതെല്ലാം കാണണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇതൊന്നും ക്ലീൻ ചെയ്യാതിരുന്നേ എന്നവൾ ദേഷ്യത്തിൽ പറയുന്നു. ശരി ശരി, നീ ഇങ്ങനെ ചൂടാവല്ലേ, ഞാനിവിടെ ക്ലീൻ ചെയ്യാം എന്ന് ഷെൻഷൻ പറയുന്നു. ഇവിടെ മാത്രമല്ല, ബെഡ്റൂമിലും കിച്ചണിലും എല്ലാം ഇങ്ങനെ തന്നെയാ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നീ തന്നെ ക്ലീൻ ചെയ്യാൻ വേണം എന്ന് യുവാൻ പറയുന്നു. ഇപ്പൊ ഷെൻഷൻ, ആ പെണ്ണെവിടെ? അവൾ സ്കൂളിൽ പോവാതെയാണ് ഇങ്ങനെ നടക്കുന്നത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നു. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവൾ ആരെയോ തല്ലാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടു. ഈ കാര്യം ഇതോടെ വിട്ടോ. നീ ഇപ്പൊ ബോക്സുവിന്റെ അസിസ്റ്റന്റ് ഒന്നും അല്ലല്ലോ, വെറുതെ പോയി ഓരോ വള്ളി പിടിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് യുവാൻ ഷെൻഷന് ചീത്ത പറയുന്നു. ഷെൻഷൻ ആ ഫാൻ ഗേളിനെ വിളിക്കുന്നു. അപ്പൊ ആ ഫാൻ ഗേളിന്റെ അമ്മയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. കോൾ അറ്റൻഡ് ചെയ്തപാടെ അമ്മ ഷെൻഷനെ നന്നായിട്ട് ചീത്ത പറയുന്നു. ഫാൻ ക്ലബിൽ നിന്നല്ലേ വിളിക്കുന്നത്, എന്റെ മോളെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് എന്തിനായി നശിപ്പിക്കുന്നത് എന്നും ചോദിച്ചാണ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ആ ഫാൻ ഗേൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോണും തട്ടിപ്പറിച്ച് അവിടുന്ന് ഓടുന്നു. ഇപ്പോഴാണ് ഷെൻഷന് ആ പെണ്ണ് എവിടുന്നാണ് ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചത് എന്ന് മനസ്സിലാവുന്നത്. അവളുടെ അമ്മ ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് ഷെൻഷന് ചീത്ത പറഞ്ഞത്. ഈ കാര്യം ഷെൻഷൻ യുവാനോട് പറയുന്നു. പിറ്റേ ദിവസം ഷെൻഷൻ കമ്പനിയിലേക്ക് വന്നിട്ട് ബോക്സുവിന്റെ അക്കൗണ്ടിൽ കയറി നോക്കുവാണ്. ബോക്സു റീസെന്റ് ആയിട്ട് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് കണ്ട് അവള് എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ഷെൻഷൻ മിസ്റ്റർ ചാങ്ങുമായിട്ട് സംസാരിക്കുവാണ്. മിസ്റ്റർ ചാങ്, ഞാൻ നിന്നോടൊരു ഗുഡ് ന്യൂസ് പറയട്ടെ. സീറോ നമ്മുടെ കമ്പനിയിലേക്ക് റെക്കോർഡിങ്ങിന് വേണ്ടി വരാൻ പോകുവാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് അവൾക്ക് ഒത്തിരി സന്തോഷമാവുന്നു. അപ്പൊ തന്നെ എൻട്രൻസിലേക്ക് പോയിട്ട് അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. സീറോ അവളുടെ അടുത്തേക്ക് ഓടി വന്ന്, പിന്നെയും എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണോ നീ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ, ഇപ്പോഴാണ് മിസ്റ്റർ ചാങ് എന്നോട് ഈ കാര്യം പറഞ്ഞത്, അതാണ് ഞാൻ വന്നേ എന്ന് പറയുന്നു. സീറോ, നീ PR ടീമിലേക്ക് വന്നു എന്ന് കേട്ടല്ലോ, നല്ല കാര്യമാണ് എന്ന് പറയുന്നു. ഷെൻഷൻ, ആ മെസ്സേജ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. സീറോ ഉടനെ, ആ മെസ്സേജ് ബോക്സ് വായിച്ചതാണെന്ന് യുവാൻ എന്നോട് പറഞ്ഞു, നീ വെറിയാവൊന്നും വേണ്ട എന്നവൻ പറയുന്നു. രണ്ടുപേരും കമ്പനിയുടെ ഉള്ളിലേക്ക് പോകുന്നു. ഇവിടെ ബോക്സു യാന്റെ ബർത്ത്ഡേ പാർട്ടി തന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുവാണ്. ബോക്സുവിന്റെ ക്ലാസ്മേറ്റ്, നമ്മൾ എത്ര വർഷമായിട്ട് ഫ്രണ്ടാടാ, എന്നിട്ട് നീ എനിക്ക് ഇതുവരെ ഒരു ബർത്ത്ഡേ പാർട്ടി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ബോക്സു, അതിനെത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നുള്ളതല്ലടാ കാര്യം, നീ ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് കാര്യം. നീ പെണ്ണായിരുന്നെങ്കിൽ എന്നെ നിനക്ക് ബർത്ത്ഡേ പാർട്ടി തന്നേനെ എന്നവൻ പറയുന്നു. ഞാൻ ബോക്സുവിനോട് അങ്കിളിന് സുഖമാണോ എന്ന് ചോദിക്കുന്നു. ബോക്സു, അച്ഛൻ പറഞ്ഞു നിന്റെ അച്ഛനും എന്റെ അച്ഛനും ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം, ബിസിനസ്സിൽ ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാനിവിടെ ബർത്ത്ഡേ പാർട്ടി വെച്ചതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ബോക്സു ഇല്ലാന്ന് പറയുന്നു. ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ട്, ഇത് ബോക്സുവിന് തീരെ ഇഷ്ടാവുന്നില്ല. നിനക്ക് ഗസ്റ്റ് വരുന്നത് ഇഷ്ടമല്ല അല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് ഇത്ര ഗസ്റ്റിന് വെച്ചിട്ട് പാർട്ടി ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് അവനും റിപ്ലൈ കൊടുക്കുന്നു. അപ്പൊ അവള്, ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ ബാറിൽ നല്ല സൂപ്പർ ആയിട്ടാണ് റാപ്പ് സോങ് പാടുന്നത്, നീ ഒരു പ്രാവശ്യം അവരുടെ കൂടെ ആ സോങ്സ് ഒന്ന് പാടി നോക്ക് എന്ന് പറയുന്നു. ബോക്സു, നിനക്ക് റാപ്പ് സോങ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട്, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു നെക്ലേസ് കൊടുക്കുന്നു. അടുത്ത മാസമാണ് ഇത് മാർക്കറ്റിൽ പോലും വരാൻ പോകുന്നത്, എന്നാൽ ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ഇത് ഗിഫ്റ്റ് തരുവാണ് എന്നവൻ പറയുന്നു. അപ്പോ അവൾ അവനോട് അത് ഇട്ട് തരാൻ പറയുന്നു. എന്നാ ബോക്സു,
നിനക്കിത് പ്രസന്റ് തന്നില്ലേ, നീ തന്നെ ഇട്ടോ എന്ന് പറയുന്നു. ഇതോടുകൂടി എപ്പിസോഡ് 16ഉം 17ഉം തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.